ഈ വീഡിയോ റീനീറ്റിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള വീഡിയോ അല്ല, പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഒരു മാസത്തിലധികമായി നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ റീനീറ്റുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ നീണ്ടുപോകാൻ തുടങ്ങിയിട്ട് ജൂലൈ 18 ആ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ നമ്മളേവരും പ്രതീക്ഷിക്കുന്നത് അതിനകത്തൊരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ ആ വിധി റീനീറ്റിലോട്ട് പോകുന്ന രീതിയിലായിരിക്കുമോ, എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിലോട്ട് പോകുമ്പോൾ ജൂലൈ 8 കേസ് വന്ന സമയത്ത് സുപ്രീം കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. പേപ്പർ ലീക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ അത് എത്രത്തോളം വൈഡ് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതും. അതുപോലെ തന്നെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബെനിഫിറ്റ്സ് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടാവും, അപ്പോൾ അവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുവാനും സെഗ്രിഗേറ്റ് ചെയ്യുവാനും എല്ലാം സാധിക്കുമോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇതിനകത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് NTA-ക്കും കേന്ദ്ര സർക്കാരിനും മറുപടി നൽകുവാനുള്ള സമയം നൽകി. മാത്രമല്ല CBIയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി അതിനകത്ത് തേടിയിരുന്നു. കാരണം CBIയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതനുസരിച്ചാണ് കോടതിയിൽ നിന്ന് വിധി വരുന്നത്. സോ അങ്ങനെ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം CBIക്ക് അവരുടെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പേപ്പർ ലീക്ക് ലോക്കലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ആയിട്ടുള്ള ഏരിയകൾ അവർക്ക് കൃത്യമായി കണ്ടെത്തുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ലീക്കേജ് സംഭവിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലീക്കായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലീക്കായി എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയി എന്നാണ് അർത്ഥം. സോ അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലീക്കേജ് നടന്നിട്ടില്ല, വൈഡ് സ്പ്രെഡ് ലീക്കേജ് വന്നിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിനകത്ത് ബെനിഫിറ്റ്സ് കിട്ടിയത് വെരി ഫ്യൂ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് ആണ്. മാത്രമല്ല അവർ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് 100-ൽ താഴെ സ്റ്റുഡൻസിനാണ് ഇതിനകത്തൊരു ബെനിഫിറ്റ്സ് വന്നിരിക്കുന്നത്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും സെഗ്രിഗേറ്റ് ചെയ്യുവാനും എല്ലാം സാധിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ്. അങ്ങനെ വരുമ്പം കോടതിയിലെ അന്വേഷണം പ്രകാരം കോടതി ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഇതിനകത്ത് റീനീറ്റിനുള്ള പോസിബിലിറ്റി തീരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്ത് നീറ്റ് എക്സാമിനകത്ത് MBBS ആഗ്രഹിക്കുന്ന, ഗവൺമെൻറ് സീറ്റ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്കിനി 2025 നീറ്റിനോട്ട് അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് കോടതിയുടെ ഫൈനൽ വിധിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ